എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് ആൻഡ് കറന്റ് ഇമോഷൻസ് എന്താണ്, നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എങ്കിൽ ഇതിലൊരു റീയൂണിയൻ പോസിബിൾ ആണോ, നിങ്ങൾക്ക് ഇനിയും ഈ വ്യക്തിയുമായിട്ട് ഒരു ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് ഉണ്ടാകുമോ, നിങ്ങളുടെ ലൈഫ് എത്രമാത്രം പോസിറ്റീവായിട്ട് വരണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രമാത്രം പോസിറ്റീവ്ലി ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അട്രാക്ഷൻ നിങ്ങളോട് എത്രമാത്രം ഈ വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്, നിങ്ങൾ അറിയണമെന്നും അല്ലെങ്കിൽ നിങ്ങളോട് പറയണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക, മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്കൊന്ന് മാറ്റിവെക്കുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളുടെ പേഴ്സണെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ ഇന്ന് ഞാൻ ഒറക്കിൾ കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ്, ഫസ്റ്റ് തന്നെ സെൽഫ് റെസ്പെക്ട് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഹിഡൻ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ട്രാവലിംഗ് ആൻഡ് ഡേറ്റിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സപ്പോർട്ട് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഗെറ്റ് ടു നോ ഈച്ച് അതർ എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, സോ ആദ്യത്തെ കാർഡ് തന്നെ നോക്കൂ, സെൽഫ് റെസ്പെക്ട് എന്നുള്ളൊരു കാർഡ്. അതായത് പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചില സംസാരങ്ങൾ കൊണ്ടോ, നിങ്ങളോട് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചില സംസാര രീതികൾ കൊണ്ട്, അതായത് നിങ്ങളോട് പലപ്പോഴും വളരെ മോശമായിട്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാകാം. അങ്ങനെ വളരെ പരുഷമായിട്ടുള്ള വാക്കുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. അതായത് പലപ്പോഴും നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാകും. അതായത് പലപ്പോഴും ഈ വ്യക്തിയുടെ സ്വഭാവ രീതി വ്യത്യസ്തമായിരിക്കാം, മൂഡ് സ്വിങ്സ് എനർജി ഉണ്ടാകാം. അതായത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ വന്നു പോകുന്ന ഒരു വ്യക്തി ആയിരിക്കാം. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം ഈ വ്യക്തി വിശ്വസ്തനാണോ അല്ലെങ്കിൽ വിശ്വസ്തയാണോ, നിങ്ങളോട് എത്രമാത്രം ഒരു ട്രൂ ലവ് ഈ വ്യക്തിക്കുണ്ട്, നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ പ്രണയത്തിന് എത്രമാത്രം ഈ വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, എത്രമാത്രം ലോയൽ ആണ് ഈ വ്യക്തി എന്ന് പലപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടാകാം. പലപ്പോഴും നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നിരുന്നത്. പക്ഷെ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയോട് അത്രമാത്രം നിങ്ങൾക്ക് ഈ വ്യക്തിയെ സ്നേഹമാണ്, ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടി, ഈ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ പലപ്പോഴും പല സാക്രിഫൈസസും ചെയ്തിട്ടുണ്ട്, പലതും ത്യജിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്വാഭിമാനം പോലും അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പെയിൻഫുൾ സിറ്റുവേഷൻസ് ഒരുപാട് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പ്രണയവും നിങ്ങൾ കൊടുത്ത സ്നേഹവും കെയറും ഒന്നും മനസ്സിലാക്കാൻ, വേണ്ട രീതിയിൽ അതിന് ഒരു അപ്രീസിയേഷൻ നൽകാൻ ഈ വ്യക്തി ശ്രമിച്ചിരുന്നില്ല. പലപ്പോഴും ഈ വ്യക്തിക്ക് അതിന് സാധിച്ചിട്ടുണ്ടാകില്ല. ചിലപ്പോഴെങ്കിലും അതിന് കാരണമായിട്ട് ഇവിടെ കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചില ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇല്ലായ്മ, ഈ വ്യക്തിക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ല, അങ്ങനെ ഒരു അവസ്ഥ ഈ വ്യക്തി ഫേസ് ചെയ്തിട്ടുണ്ടാകും. പലപ്പോഴും അതുകൊണ്ടാണ് മൂഡ് സ്വിങ്സ് കാണിച്ചുകൊണ്ടിരുന്നത്, പലപ്പോഴും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടിരുന്നത്. പലരുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫ്രസ്ട്രേഷൻ, ഈ വ്യക്തിയുടെ കുറെ ഫിയേഴ്സ്, ഇൻസെക്യൂരിറ്റി ഒക്കെ ഈ പേഴ്സൺ പ്രകടമാക്കിയിരുന്നത് നിങ്ങളോടായിരുന്നു. നിങ്ങൾ എത്രമാത്രം വേദനിക്കുന്നു എന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഈ വ്യക്തി ഇങ്ങനെ വളരെ ദേഷ്യപ്പെട്ടും വളരെയധികം നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്ന പോലെയുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പറയാതെ നോ കോണ്ടാക്റ്റിൽ പോകുക, നിങ്ങൾക്കൊരു കറക്റ്റ് എക്സ്പ്ലനേഷൻ തരാതെ പലപ്പോഴും നിങ്ങളിൽ നിന്നും മാറി നിൽക്കുക, നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുക, മറ്റുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടായിട്ട് നിങ്ങളോട് അതിന്റെ ക്ലാരിറ്റി പോലും ചോദിക്കാതെ ഈ വ്യക്തി പെരുമാറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സെൽഫ് റെസ്പെക്ട്, നമ്മുടെ അഭിമാനം, സ്വന്തം അഭിമാനം പോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അവസ്ഥ, നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു വെറുപ്പ് തോന്നുകയോ പുച്ഛം തോന്നുകയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. കാരണം ഈ വ്യക്തിയെ ആണല്ലോ ഞാൻ ഇത്രയും സ്നേഹിച്ചത്, അല്ലെങ്കിൽ ഇത്രയും ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് നിന്നിരുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിക്കാണല്ലോ
ഞാൻ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അവസരങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാകാം. ഈ വ്യക്തിയായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. ഈ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ചില അവസരങ്ങൾ, ഇങ്ങനെ ചില ഫീലിങ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അത്രമാത്രം വേദനിച്ച അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ എത്രമാത്രം ഈ വ്യക്തി വിഷമിപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് പോലും നഷ്ടപ്പെട്ടു. ഈ വ്യക്തിയുടെ പല പ്രവൃത്തികളും വളരെ മോശമായിരുന്നു, അല്ലെങ്കിൽ വളരെ ക്രൂരമായി പെരുമാറി എന്നുള്ളത് ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ ആ ഒരു ചേഞ്ച്, പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ചിലപ്പോൾ കർമ്മ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. ഈ വ്യക്തിക്കും സെയിം ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ സെയിം ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഈ വ്യക്തി മനസ്സിലാക്കിയത് എത്രമാത്രം നിങ്ങൾ വേദനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾക്കും ഫീൽ ആയിട്ടുണ്ട് എന്ന്. ഓക്കെ, സോ സ്ട്രോങ് റിജക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ട് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വ്യക്തിയും അതേ ഒരു കർമ്മ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഫീലിങ്സിനെ ഇത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന ആളുകളാണ്. തേർഡ് പാർട്ടിയോടുള്ള ഒരു ഇമ്പോർട്ടൻസ് കാരണം, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേട്ടിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വിള്ളൽ ഉണ്ടായിട്ടുള്ളത്, നോ കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്കും സെയിം ആ ഒരു കർമ്മയാണ് തേർഡ് പാർട്ടിയിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഈ വ്യക്തിയുടെ ലൈഫിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഈ വ്യക്തിയിലേക്കും ആ ഒരു സെയിം സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഈ വ്യക്തിക്ക് എത്രമാത്രം നിങ്ങളെ വിഷമിപ്പിച്ചു എന്നുള്ളതിന്റെ ആ ഒരു ഗ്രാഹ്യം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അറിവ്, അല്ലെങ്കിൽ ആ നോളജ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് നിങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങളെ വേദനിപ്പിച്ചു, അതിനൊരു സോറി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ്, അല്ലെങ്കിൽ അത്രയും ഒരു ഫീലിങ്സ് നിങ്ങളോട് ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഹിഡൻ എന്നുള്ളൊരു കാർഡാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളോട് പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ വ്യക്തി പെരുമാറിയിരുന്നത്. പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാതെ ഈ വ്യക്തി ഒളിച്ചു പെരുമാറി, ഒളിച്ചു ചെയ്തു. പലതും പിന്നീടാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എങ്കിലും, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ചില നെഗറ്റീവ് ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഈ വ്യക്തിക്ക് എത്രമാത്രം ടോക്സിസിറ്റി ഈ വ്യക്തിയുടെയും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിലെ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചില പ്രധാനപ്പെട്ട സീക്രട്സ് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞത് ഒരുപാട് വൈകിയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നൽകാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വ്യക്തി. അതായത് ചില കാര്യങ്ങൾ ഇപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. എല്ലാം തുറന്ന് സംസാരിക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും തുറന്ന് സമ്മതിക്കുന്നില്ല, എല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു മുഖം, മറ്റൊരു ഫേസും ആണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്പെറൻസി ഇല്ല, ഒരു എല്ലാം ഒളിമറയില്ലാതെ തുറന്നു പറയുന്ന ഒരു പ്രകൃതം നിങ്ങളുടെ വ്യക്തിക്കില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴും ലോയലും, നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിയെ അറിയിച്ചിരുന്നു. തിരിച്ച് നിങ്ങൾക്ക് ആ ഒരു ലോയൽറ്റി കിട്ടുന്നില്ല, ഒരു ഹൈഡിങ് നേച്ചറാണ് കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഹൈഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആകാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഈ പേഴ്സൺ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്കും സെൽഫ് റെസ്പെക്ട് ഉണ്ട്, നിങ്ങൾക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ തുല്യ പങ്കാളിത്തം വേണം, എന്നാൽ മാത്രമേ ഈ റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാകുകയുള്ളൂ. എല്ലാം ഒരാൾ മാത്രം സഹിച്ച്, എല്ലാം ഒരാൾ മാത്രം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ഒരുപാട് കാലത്തേക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഹൈഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണം, നിങ്ങളോടെല്ലാം തുറന്ന് സമ്മതിക്കണം, എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയോട് കൂടി, അല്ലെങ്കിൽ ക്ലിയർ കട്ടായിട്ട് നിങ്ങളോട് പറയണം. നിങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന റെസ്പെക്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം സെൽഫ് റെസ്പെക്ട് അർഹിക്കുന്നു അത് നിങ്ങൾക്ക് തിരികെ നൽകണം, അല്ലെങ്കിൽ നിങ്ങൾ അതിന് എത്രമാത്രം അർഹരാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ട്രാവലിംഗ് ആൻഡ് ഡേറ്റിംഗ് എന്നുള്ളൊരു കാർഡാണ്. സോ കുറച്ച് പേർക്കൊക്കെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ കോണ്ടാക്ട് ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. മേ ബി കൂടുതൽ സമയം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്കും നിങ്ങൾക്കും അധികം നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ചിലപ്പോൾ ലഭിക്കുന്നുണ്ടാകില്ല. ഓക്കെ, അതേപോലെ തന്നെ കുറച്ചു പേർക്ക് ഇവിടെ ഡിഫറൻസസ് ഉണ്ടാകാം, ഏജ് ഡിഫറൻസസ് ഉണ്ടാകാം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എതിർപ്പുകൾ ഉണ്ടാകാം, ഫാമിലിയുടെ എതിർപ്പുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, റിലീജിയൻ ഡിഫറെന്റ് ആയിരിക്കാം, മെറിറ്റൽ സ്റ്റാറ്റസ് ഡിഫറെന്റ് ആയിരിക്കാം. അതായത് ഒരാൾ മാരീഡ്, ഒരാൾ അൺമാരീഡ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാകാം, അല്ലെങ്കിൽ രണ്ടു പേർക്കും മറ്റൊരു ഫാമിലി ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ അബ്രോഡ്, ഒരാൾ നാട്ടിൽ, അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. ഓക്കെ, സോ ഒരു ട്രാവലിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ഡിസ്റ്റൻസ്, ഫിസിക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് ആകാം,
ആകാം. മേ ബി അതിപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റിയുടെ അക്സെപ്റ്റൻസ് ഇല്ലാത്ത ഒരു ബന്ധമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയത് ട്രാവലിംഗ് വഴിയായിരിക്കാം. ട്രാവൽ ചെയ്ത് പരിചയപ്പെട്ട് പിന്നീട് റിലേഷൻഷിപ്പിലായ ആളുകളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ജോബ് ട്രാവലിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയായിരിക്കും. ഡ്രൈവേഴ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളാണ് എങ്കിലും ട്രാവലിംഗുമായിട്ട് നിങ്ങളുടെ ജോബിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകാം. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരണം. അതായത് ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്ത് വരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഒരു ഡിസ്റ്റൻസ് കുറയ്ക്കണം. നിങ്ങൾക്കിടയിലുള്ള ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരു കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കണം. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. നിങ്ങളെ ഇനിയും നിങ്ങളിൽ നിന്നും ഒരു കാര്യം മറച്ചു പിടിക്കരുത്. നിങ്ങളെ ഇനിയും നഷ്ടപ്പെടുത്തി കളയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് വാല്യൂ ഉണ്ട്, നിങ്ങൾക്കും വാല്യൂ ഉണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രണയത്തിന് എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ഈ വ്യക്തിയുടെ ലൈഫിനെ തന്നെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ പ്രണയത്തിന് മാറ്റാൻ കഴിഞ്ഞു. നിങ്ങളോട് വളരെയധികം സ്നേഹവും വളരെയധികം ഫിസിക്കൽ അട്രാക്ഷനുമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഫീൽ ആകുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഓഫർ തരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മിറ്റ്മെന്റ്, മാരേജ് അല്ലെങ്കിൽ ഒരു ടുഗദർനെസ് ഓഫർ തരാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അൺകണ്ടീഷണൽ ലവ്. ഓക്കെ, സോ ഇതുവരെയും നമ്മൾ പറഞ്ഞ കാർഡിന്റെ ഒരു മെയിൻ റീസൺ അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ ഒരു ഫീലിങ്സ് ഈ വ്യക്തിക്ക് തോന്നാനുള്ള മെയിൻ റീസൺ എന്താണ് എന്നുള്ളതാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങൾക്കിടയിലുള്ളത്. ഒരു കണ്ടീഷനും വെക്കാതെ അല്ലെങ്കിൽ ഒരു ഉപാധിയും ഇല്ലാത്ത പ്രണയം ആണ് നിങ്ങൾ തമ്മിലുള്ളത്. ട്രൂ സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിംസ് ആണ് നിങ്ങൾ. അത്രമാത്രം ഈ വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. എത്ര തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ പ്രോബ്ലംസ് ഉണ്ട്, നോ കോണ്ടാക്ട് ആണ്, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ്, നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ച ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയ ഒരു പേഴ്സൺ ആണ്, ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു കർമ്മ പീരീഡ് നിങ്ങൾ ഫേസ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫേസ് ചെയ്തിട്ടുള്ള ചില സിറ്റുവേഷൻ മാത്രമാണ്. തീർച്ചയായിട്ടും അൺകണ്ടീഷണൽ ലവ് തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ തോന്നുന്നത്. പല റീസൺ കൊണ്ടും നിങ്ങൾ അകന്നു പോയവരായിരിക്കാം. പക്ഷേ നിങ്ങൾ ഒരുമിക്കണം എന്നുള്ളത് അത്രമാത്രം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഈ വ്യക്തി അത്രമാത്രം അൺകണ്ടീഷണൽ ലവ് ആണ് ഇപ്പോൾ നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് സപ്പോർട്ട് എന്നുള്ളൊരു കാർഡാണ്. അതായത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേ ബി ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എതിർപ്പുകളുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് നിന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പോലും മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. ഈ വ്യക്തിയുടെ സന്തോഷത്തിന് വേണ്ടി, ഈ വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഈ വ്യക്തിയുടെ കരിയറിന് വേണ്ടി ഇമോഷണലി ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് സപ്പോർട്ടായിട്ട് നിങ്ങൾ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആ ഒരു സപ്പോർട്ടിന് അല്ലെങ്കിൽ ആ ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത ആ ഒരു സപ്പോർട്ടിനെയും അൺകണ്ടീഷണൽ ലവിനെയും ഒരുപാട് ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളെ ഹേർട്ട് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ എത്രമാത്രം കെയർ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് തിരികെ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും ഒക്കെ തിരികെ നൽകാൻ നിങ്ങൾ എത്രമാത്രം ഈ വ്യക്തിക്ക് വേണ്ടി നിന്നു അത്രയും തന്നെ സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിൽക്കണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട് നൽകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ എത്രമാത്രം ഇപ്പോൾ ഇൻസെക്യൂർഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നോ ആ ഒരു ഇൻസെക്യൂരിറ്റിയിൽ മാറ്റമുണ്ടാകും. തീർച്ചയായിട്ടും ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ആണ് നിങ്ങളുടെ പേഴ്സണിൽ കാണുന്നത്. പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് പോസിറ്റീവ് ഹീലിംഗ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു ടൈം പീരീഡിൽ നിങ്ങൾ കർമ്മ ഫേസ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ ഈ വ്യക്തിക്ക് ആ ഒരു കാർമിക് സിറ്റുവേഷൻ കാരണം നിങ്ങൾ രണ്ടുപേരും രണ്ടായി തീർന്നപ്പോൾ അല്ലെങ്കിൽ രണ്ടുപേർക്കും ഇടയിൽ ചില ആളുകൾ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തപ്പോൾ മാത്രമാണ് ഈ വ്യക്തിക്കും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വ്യക്തിയെ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കാനും അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ചില ആളുകളുടെ യാഥാർത്ഥ്യം ഈ വ്യക്തിയുടെ മുന്നിലേക്ക് കടന്നു വരാനും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഹെൽപ്പ് ചെയ്തു. നിങ്ങൾ
എത്രമാത്രം ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തു, നിങ്ങളുടെ പ്രണയം എത്രമാത്രം സത്യസന്ധമാണ്, എത്രമാത്രം ലോയലാണ് എന്നുള്ളത് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ആൻഡ് അൺകണ്ടീഷണൽ ലവ് ഈ വ്യക്തി തരാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ബോട്ടം ഓഫ് ദി ഡേക്ക് എനർജി നോക്കൂ, ഗെറ്റ് ടു നോ ഈച്ച് അതർ. തീർച്ചയായിട്ടും പരസ്പരം അടുത്തറിയണം, പരസ്പരം ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണം, ലൈഫ് ലോങ് ടുഗദർനെസ് വേണം. നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് ഒരു തരത്തിലുള്ള ഹൈഡിങ്ങും ഉണ്ടാകരുത്, ഹിഡൻ സീക്രട്സ് ഉണ്ടാകരുത്. എല്ലാം നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കണം. നിങ്ങളോട് ഈ വ്യക്തി അടുത്ത് നിൽക്കണമെന്ന് തന്നെ വിചാരിക്കുന്നു. അതായത് ട്രാവൽ ചെയ്ത് പോലും നിങ്ങളുടെ അടുത്ത് വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട് നിങ്ങൾക്ക് നൽകി നിങ്ങളെ കൂടുതൽ കൂടുതൽ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ചേർത്ത് പിടിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എങ്കിൽ അതിലൊരു പോസിറ്റീവ് റെസ്പോൺസ്, പോസിറ്റീവ് ചേഞ്ച് ആണ് കാണിക്കുന്നത്. കോണ്ടാക്ട് അല്ലെങ്കിൽ കോൾ മെസ്സേജ് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ഈ വ്യക്തി അത്രമാത്രം ഇന്റിമേറ്റ് ഫീലിങ്സ് നിങ്ങളോട് തോന്നുന്ന, ഈ വ്യക്തിക്ക് വളരെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളോട് തോന്നുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ എനർജി ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പേഴ്സന്റെ ഹീലിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ റീയൂണിയൻ, നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു. തേർഡ് പാർട്ടി റിമൂവൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക. അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട് എനർജിയാണ് വളരെ കൂടുതലായിട്ട് ഈ റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. ഹിഡൻ സീക്രട്സ് റിവീൽ ആകും. ഹൈഡ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വ്യക്തി തുറന്ന് സമ്മതിക്കും. നിങ്ങളെ കൂടുതൽ അറിയാൻ, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സ് വരുന്നുണ്ട്. ഈ വ്യക്തി ഹീൽഡ് ആകുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ വ്യക്തിയിലുള്ള പോസിറ്റീവ് ചേഞ്ചസിനെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഈ വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷനെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. മാനിഫെസ്റ്റേഷൻസ് ആൻഡ് പ്രേയേഴ്സ് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ പോസിറ്റീവായിട്ടും ചെയ്യുകയാണ് എങ്കിൽ മാനിഫെസ്റ്റേഷൻസ്, പ്രേയേഴ്സ് ഒക്കെ എപ്പോഴും വർക്കാകും. നിങ്ങൾക്ക് ചില കാർമിക് ആയിട്ടുള്ള പീരീഡിനെ കാണാൻ സാധിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ ലൈഫിൽ ചില കർമാസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് പോലും നഷ്ടപ്പെട്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തിയിൽ ഇപ്പോൾ ചേഞ്ചസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ ആരൊക്കെയോ ചേർന്ന് പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഈഗോ കാരണമോ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സ് എന്ന് പറയുന്നത് ഈ വ്യക്തി എല്ലാം തുറന്ന് സമ്മതിക്കാനൊക്കെ മടിയുള്ള, സ്വന്തം തെറ്റുകളൊക്കെ തുറന്ന് സമ്മതിക്കാൻ മടിയുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കാം. പക്ഷേ അതിലൊക്കെയും ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു സ്ട്രോങ് റിഗ്രറ്റ് ഫീലിംഗ്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പശ്ചാത്താപം, ഒരു ഗിൽട്ടി ഫീലിംഗ് ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളെ കൂടുതൽ അറിയാൻ, നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റിലേഷൻഷിപ്പിൽ വരാൻ, നോ കോണ്ടാക്ട് ഒക്കെ മാറി നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ, നിങ്ങളുടെ അടുത്ത് വരാനായിട്ട് ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ട്രാവൽ ചെയ്ത് പോലും നിങ്ങളുടെ അടുത്ത് വരാനുള്ളൊരു സാധ്യത ഇവിടെ വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു റിപ്ലൈ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിട്ടിയില്ല, നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ചില കാര്യങ്ങൾ, ചില ആളുകളുടെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ടു വരാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് നിങ്ങളുടെ പ്രേയേഴ്സ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആത്മാർത്ഥമായിട്ടും വിശ്വാസപൂർവ്വവും വളരെ പ്രതീക്ഷയോടും കൂടി ചെയ്യുന്ന നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസിന് ഒരിക്കലും റിസൾട്ട് കിട്ടാതിരിക്കുകയില്ല. ഓക്കെ, സോ നിങ്ങളുടെ മൈൻഡിന്റെ പവറാണ്. നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥതയും എത്രമാത്രം സ്ട്രെങ്ത്തും നിങ്ങളുടെ മൈൻഡിനുണ്ട്, എത്രമാത്രം പോസിറ്റീവായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അതിൽ തീവ്രമായിട്ടും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുക. നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള ചേഞ്ച്, പോസിറ്റീവ് ഹീലിംഗിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വ്യക്തിയുടെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോൾ മെസ്സേജ് പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഓക്കെ, സോ നമുക്കിനി നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജസ് കൂടി എടുത്ത് നോക്കാം. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണം, നിങ്ങളോട് പറയണം, നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ എന്താണ് ഈ വ്യക്തി സംസാരിക്കാൻ പോകുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ്,
ഐ വാണ്ട് ടു മേക്ക് ലവ് ടു യു. അതായത് സ്ട്രോങ് ഫിസിക്കൽ അട്രാക്ഷൻ, ഇമോഷണൽ ഇൻറ്റിമസി അല്ലെങ്കിൽ റൊമാൻറ്റിക് തോട്ട്സ് നിങ്ങളോട് ഈ വ്യക്തി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു സപ്പോർട്ടറായിട്ടും അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളായിട്ടും തോന്നുന്നത് നിങ്ങളെയാണ്. നിങ്ങളുടെ അടുത്ത് വരണം, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണം. നിങ്ങളുടെ അടുത്ത് ഇതുവരെയും നിങ്ങളെ ഒരുപാട് നിങ്ങൾക്ക് വേദനകൾ തന്നിട്ടുണ്ട്, നിങ്ങളോട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനൊക്കെ മാപ്പ് തരണം, അല്ലെങ്കിൽ മാപ്പ് ചോദിക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. ഈ വ്യക്തി അത്രമാത്രം സ്ട്രോങ്ലി നിങ്ങളുമായിട്ട് കണക്ഷൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളിലേക്ക് ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷന്റെ സാധ്യതയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കൊരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ നേരിട്ട് വന്ന് നിങ്ങളെ കാണാനുള്ള ഒരു പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. അത്രമാത്രം ഡീപ്പ് അട്രാക്ഷൻ ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ തോന്നുന്നത്. തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. നിങ്ങൾ അത്രമാത്രം ഈ പേഴ്സന്റെ ഒരു കംബാക്ക്, റീയൂണിയൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ നോ യു ആർ ദ വൺ ഫോർ മീ. ഒരാൾക്കൊരാൾ ബെസ്റ്റ് പെയർ ആണ്, പെർഫെക്റ്റ് പാർട്ട്ണർ ആണ്. റീപ്ലേസബിൾ അല്ല നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ സ്ഥാനം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ്, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ എന്ന് ഈ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. ഈ പേഴ്സൺ അത് തീർച്ചയായിട്ടും സമ്മതിച്ചു തരുന്നുണ്ട്. നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിക്കും ഈ പേഴ്സണെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ പേഴ്സണെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യാനോ അൺകണ്ടീഷണൽ ലവ് പ്രൊവൈഡ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. അത്രമാത്രം ഡീപ്ലി ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഡീപ്പ് ഇമോഷൻസ് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് ഫീൽ ആകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ കാൻ മൂവ് ഓൺ ഫ്രം യു. നിങ്ങളിൽ നിന്നും ഒരിക്കലും മൂവ് ഓൺ ചെയ്ത് പോകാൻ ഇനി എന്തൊക്കെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അൺഫേവറബിൾ ആയിട്ട് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും ഈ പേഴ്സണ് തീർച്ചയായിട്ടും അറിയാം ഒരിക്കലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകാൻ സാധ്യമല്ല. അത്രമാത്രം ഡീപ്പ് കണക്ഷൻ നിങ്ങൾക്ക് പരസ്പരം തോന്നുന്ന ഒരു റിലേഷൻഷിപ്പാണ്. തേർഡ് പാർട്ടി റിലീസ് ഈ വ്യക്തി ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളാണ്. ഈ തേർഡ് പാർട്ടി റിമൂവൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങളിൽ നിന്നും വിട്ടുപോകാൻ മറ്റൊരു പേഴ്സണിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലോട്ടോ ഈ വ്യക്തിക്ക് ഒരുപാട് കാലത്തേക്ക് മാറി നിൽക്കാൻ സാധ്യമല്ല. ഒരിക്കലും നിങ്ങളെ മറന്നുകൊണ്ട് ഒരു ജീവിതം ഈ വ്യക്തിക്ക് ഉണ്ടാവില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. ഓക്കെ, സോ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ എം അഫ്രൈഡ് ഓഫ് കമ്മിറ്റ്മെന്റ്. അതായത് ചിലർക്കെങ്കിലും കമ്മിറ്റ്മെന്റ് തരാനുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഭയം ഉണ്ടാകുന്നുണ്ട്. മേ ബി ഇൻസെക്യൂർഡ് ആകുന്ന ഒരുപാട് സിറ്റുവേഷൻസിന്റെ നടുക്കാണ്. മേ ബി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, കരിയർ സ്റ്റേബിൾ അല്ല, ഫാമിലി എതിർക്കുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൊസൈറ്റിയുടെ പ്രഷർ ഉണ്ട്, ഒരുപാട് ഡിഫറൻസസ്, ഒരുപാട് സിറ്റുവേഷൻസ് അൺഫേവറബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും കമ്മിറ്റ്മെന്റ് തരാൻ നിങ്ങളുടെ പേഴ്സൺ ഭയക്കുന്നത്. അതായത് ഈ പേഴ്സന്റെ ഒരു ഇൻസെക്യൂർഡ് ആയിട്ടുള്ള അവസ്ഥകളെ മറികടക്കാൻ നിങ്ങൾ സ്ട്രോങ്ലി പ്രേ ചെയ്യണം, സ്ട്രോങ്ലി പ്രാർത്ഥിക്കണം, സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം. കാരണം ഈ വ്യക്തിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടിയും നിങ്ങളോട് ആ ഒരു കമ്മിറ്റ്മെന്റ് തരാനുള്ള ഒരു ഭയം ചിലപ്പോഴെങ്കിലും കാണുന്നുണ്ട്. അത് ഇവരുടെ അവസ്ഥകൾ കൊണ്ടാകാം. തേർഡ് പാർട്ടി അത്രമാത്രം സ്ട്രോങ് ആൻഡ് കൺട്രോളിംഗ് ആയിരിക്കാം. ഫാമിലി തേർഡ് പാർട്ടി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാകാം. സൊസൈറ്റിയുടെ പ്രഷർ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഇതുവരെയും ഈ വ്യക്തിക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കരിയറിലോ സ്റ്റെബിലിറ്റി നേടാൻ സാധിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാൻ ഭയക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. സോ ആ ഒരു കാര്യം, ആ ഒരു ഹീൽഡ് ആയിട്ടുള്ള പേഴ്സണെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പ്രോപ്പർ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് പ്രോപ്പർ പ്രേയേഴ്സ് എപ്പോഴും നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട്സ് തരും. ഓക്കെ, സോ നിങ്ങൾ ആത്മാർത്ഥമായിട്ടും ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ലൈഫിലേക്ക് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പ്രോപ്പർ മാനിഫെസ്റ്റേഷൻ ആൻഡ് പ്രോപ്പർ പ്രേയേഴ്സിലൂടെ ലഭിച്ചിരിക്കും. ഈ വ്യക്തിയുടെ പോസിറ്റീവ് ഹീലിംഗിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ പ്രാർത്ഥിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ഹോപ്പ് ഐ ഹാവ് നോട്ട് ലോസ്റ്റ് യു. അതായത് ഈ വ്യക്തിയുടെ പ്രതീക്ഷയാണ്, ഈ വ്യക്തിക്ക് ഫീൽ ആകുന്നതാണ് നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോഴും ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഈ വ്യക്തിക്ക് കൂട്ടിയിണക്കാൻ പറ്റും, റീയൂണിയൻ പോസിബിൾ ആണ്. നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകില്ല. ഈ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളിൽ പ്രതീക്ഷയുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിന്റെ തന്നെ, ഈ വ്യക്തിയുടെ സോളിന്റെ തന്നെ ഭാഗമാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നു. അതായത് ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ സെൽഫ്
റെസ്പെക്ട് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ അത്രമാത്രം ചിലപ്പോൾ ഇപ്പോൾ മൂവ് ഓൺ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡൊക്കെ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ഒരു വേദനയിൽ നിന്നും നിങ്ങൾ ഒരുപാട് സെൽഫ്ലി ഇവോൾവ് ആയിട്ടുണ്ടാകാം. നിങ്ങൾ ഒരുപാട് മുന്നോട്ടേക്ക് പോയി ഒരുപാട് നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് ലവിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് നിങ്ങളിനി മൂവ് ഓൺ ചെയ്ത് പോകുമോ, നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ഈ വ്യക്തിക്ക് ഫീൽ ആകുന്നുണ്ടാകാം. പക്ഷേ സ്വയം ആശ്വസിക്കുകയാണ്, ഇല്ല, ഒരിക്കലും അൺകണ്ടീഷണൽ ലവിലും സപ്പോർട്ടിലും നിന്നിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും രണ്ടായി വീഴില്ല, മാറില്ല. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ഡിഡ്ന്റ് മീൻ ടു ഹേർട്ട് യു. അതായത് ഒരിക്കലും നിങ്ങളെ മനഃപൂർവ്വമായിട്ട് വേദനിപ്പിക്കാൻ ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നില്ല. ഈ വ്യക്തിയുടെ ചില സിറ്റുവേഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചില ബിഹേവിയർ ആറ്റിറ്റ്യൂഡ്സ് കൊണ്ടൊക്കെയാണ് ഈ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒരുപാട് റിഗ്രറ്റ് ഫീലിംഗ് ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളോട് മാപ്പ് പറയാൻ, നിങ്ങളെ വീണ്ടും ചേർത്ത് നിർത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ഹാവ് ടോൾഡ് മൈ ഫാമിലി അബൌട്ട് യു. അതായത് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാത്ത ഒരു ബന്ധമാണ് എങ്കിലും ഫാമിലിയുമായിട്ട് ഒരുപാട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട്, എത്രമാത്രം ഈ വ്യക്തിയുടെ മനസ്സിൽ ആ ഒരു പ്രണയം, വാല്യൂ ഒക്കെ നിങ്ങളുടെ ബന്ധത്തിനുണ്ട് എന്ന് ഫാമിലിയെ കൺവിൻസ് ചെയ്യാനൊക്കെ ഈ വ്യക്തി ശ്രമിക്കുന്ന ഒരു സമയമാണ്. ഫാമിലിയോട് നിങ്ങളുടെ കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുന്നു. നിങ്ങളില്ലാതെ ഇവർക്ക് പറ്റില്ല, നിങ്ങളില്ലാതെ ഇവർക്ക് ഫ്യൂച്ചർ കാണാൻ സാധിക്കില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്ന ഒരു സമയമാണ്. സോ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലിയെ കൺവിൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ കുഡ് നെവർ ഫോർഗെറ്റ് അബൌട്ട് യു. ഒരിക്കലും നിന്നെ എനിക്ക് മറക്കാൻ സാധ്യമല്ല. അടിവരയിട്ട് പറയുകയാണ്, അത്രമാത്രം ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻ, അത്രമാത്രം ഡീപ്പ് മെമ്മറീസ്, അത്രമാത്രം ഡീപ്പ് ഫീലിങ്സ് നിങ്ങളോട് ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് സേ സംതിങ് ടു മീ. അതായത് നിങ്ങളാണ് ഇപ്പോൾ ഈ വ്യക്തിയോട് സംസാരിക്കാൻ മടി കാണിക്കുന്നത്, നിങ്ങളാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വ്യക്തി തിരികെ വന്നാലും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ആ ഒരു മനസ്സ് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത്രമാത്രം നിങ്ങൾ വേദനിച്ചത് കൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ ഭയപ്പെടുന്നു, റിലേഷൻഷിപ്പിനെ ഭയപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി എന്തെങ്കിലും ഒന്ന് നിങ്ങൾ സംസാരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വ്യക്തിയുടെ മൈൻഡ് ഒരുപാട് ഹീൽഡ് ആയിട്ട് വരുന്ന ഒരു സമയമാണ്. ഈ വ്യക്തിക്ക് ഈ ഒരു അകലം, ഈ ഒരു ഡിസ്റ്റൻസ്, ഇമോഷണൽ ഡിസ്റ്റൻസ്, ഫിസിക്കൽ ഡിസ്റ്റൻസ് ഒരിക്കലും സാധ്യമല്ല, അല്ലെങ്കിൽ ഒരിക്കലും ഇത് അംഗീകരിച്ചു തരാൻ സാധ്യമല്ല. ഈ വ്യക്തിയുടെ മനസ്സ് അത്രമാത്രം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്, നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും നെക്സ്റ്റ് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഐ ഫീൽ ലൈക്ക് യു ഹാവ് മൂവ്ഡ് ഓൺ ഫ്രം മീ. അതായത് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയോ, നിങ്ങളെ നഷ്ടപ്പെടുമോ, നിങ്ങളുടെ പ്രണയവും നിങ്ങളുടെ ആ ഒരു കെയറും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം വളരെ കൂടുതലായിട്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകരുത്, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത് ഈ വ്യക്തിക്ക് നിർബന്ധമാണ്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് സ്ട്രോങ് കണക്ഷൻ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ കോണ്ടാക്റ്റിൽ വരാനുള്ളൊരു സാധ്യത വളരെ വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി വളരെ വളരെ സ്ട്രോങ്ലി നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ കോൾ, മെസ്സേജ്, കോണ്ടാക്ട് ഒക്കെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ലാസ്റ്റ്ലി നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഐ ഷോ ഓഫ് ഓൺ സോഷ്യൽ മീഡിയ ഫോർ യു. അതായത് പലപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയുടെ ഫോട്ടോസ് കാണുന്നുണ്ടാകാം, ഹാപ്പി ആയിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ വളരെ കൂളായിട്ടും നിൽക്കുന്ന ഫോട്ടോസ്, വളരെ സന്തോഷവാൻ അല്ലെങ്കിൽ സന്തോഷവതിയായിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോസോ പിക്ചേഴ്സോ പോസ്റ്റോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാകാം. പക്ഷേ അതൊക്കെ ഒരു ഷോ ഓഫ് ആണ്. ഈ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ഫീലിങ്സ് ആയിരിക്കണമെന്നില്ല. കാരണം ഈ വ്യക്തി ചിലപ്പോൾ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. തെറ്റുകൾ സമ്മതിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ തെറ്റുകൾ അംഗീകരിച്ചു കൊടുക്കാനൊക്കെ അല്പം മടിയുള്ള ഒരു ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എങ്കിൽ പലപ്പോഴും നിങ്ങൾ കാണാൻ വേണ്ടി പലതും ഷോ ഓഫ് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അതിലൊന്നും ഒരുപക്ഷെ സത്യം കാണണമെന്നില്ല. ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങളെ മാത്രമാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ളത്. ഓക്കെ, സോ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആൻഡ് പോസിറ്റീവ് മെസ്സേജസ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക.
ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ആണെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ആണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ, സ്ട്രോങ് പോസിറ്റീവ് പ്രേയേഴ്സ് വേണം. തീർച്ചയായിട്ടും റീറൈറ്റ് ചെയ്യാം, കമന്റ് ആയിട്ട് എഴുതാം. കമന്റ് എഴുതുക അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കൂടിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ പോസിറ്റീവായിട്ടും കൂടുതൽ സ്ട്രോങ് ആയിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് അട്രാക്റ്റഡ് ആകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും, റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ താങ്ക് യു മെസ്സേജസ് എഴുതാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഈശ്വരനോട് നന്ദി പറയുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പോസിറ്റീവ് ചേഞ്ചസും പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സിനും നിങ്ങൾ നന്ദി പറയുക. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരുന്നതായിട്ട്, മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ റീഡിംഗ് എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, സോ എല്ലാവർക്കും ഒരുപോലെ റിസനേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റിസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. അതേപോലെ തന്നെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. അതേപോലെ ഈ റീഡിംഗ് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും റീഡിംഗ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ സമ്പൽ സമൃദ്ധിയും എല്ലാവിധത്തിലുള്ള ഹാപ്പിനെസ്സും നിങ്ങൾക്ക് ലഭിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഹരേ കൃഷ്ണ.